കുവൈത്തിലെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യക്കാരുടെ സംഭാവന വലുതാണെന്നും ഇന്ത്യയിൽ നിന്നുള്ള അധ്യാപകരാണ് കുവൈത്തിന്റെ ഭാവിയെ വാർത്തെടുക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സന്ദർശനത്തിന് കുവൈത്തിലെത്തിയതായിരുന്നു മോദി. മിന അബ്ദുള്ള പ്രദേശത്തെ ലേബർ ക്യാമ്പ് മോദി സന്ദർശിച്ചു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം നൽകിയത് ഉജ്ജ്വല സ്വീകരണം. കുവൈറ്റുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇന്ത്യ ആഴത്തിൽ വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഹലാ മോദി എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. നമസ്കാർ. കുവൈറ്റ് ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര പങ്കാളിയാണെന്നും ഇന്ത്യയിലെയും കുവൈറ്റിലെയും പൗരന്മാർ പരസ്പര സഹകരണത്തോടെയാണ് കഴിയുന്നതെന്നും മോദി. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പുതിയ വികസനപാത തുറക്കുമെന്നും പ്രധാനമന്ത്രി. രാമായണവും മഹാഭാരതവും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള അൽ ബറൂണുമായും രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും അറബി പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച അബ്ദുൽ ലത്തീഫ് അൽ നസേഫുമായും മോദി കൂടിക്കാഴ്ച നടത്തി. മുൻ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ 101 വയസ്സുള്ള മംഗൾ സിൻ ഹാൻഡിയെയും മോദി സന്ദർശിച്ചു. കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് മെഷേൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് കിരീടാവകാശ അമീറുമായും മോദി കൂടിക്കാഴ്ച നടത്തും. കുവൈറ്റ് സിറ്റിയിൽ നടക്കുന്ന 26ാമത് അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിലും മോദി പങ്കെടുക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24.